ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ കല്ലൂരിൻ്റെ സ്കൂളിലെ പരിപാടിയാണ്. വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് അമ്മയുടെ നൈറ്റി. കാറ്റൊക്കെ കയറി എൻ്റെ അനദർ എപ്പിസോഡ് ഓഫ് സൂയി സ്റ്റോറീസ്. കല്ലുമോനെ വന്നേ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് കല്ലൂരിൻ്റെ സ്കൂളിൽ കൾച്ചർ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ലേറ്റായി, കാരണം എണ്ണിക്കാൻ ഒരുപാട് ലേറ്റായി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ കൂടെയാണ് കല്ല് വരുമ്പോൾ കിടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ലേറ്റായി പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചട്ടപ്പടിയിൽ നിന്ന് റെഡിയായി ചാടിപ്പിടിച്ചിറങ്ങുമായിരുന്നു, കാരണം റിപ്പോർട്ടിംഗ് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ പോകണം. പിന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി. ഇത് കല്ലൂരിൻ്റെ സ്കൂൾ മാത്രമല്ല, എൻ്റെയും കൂടെ സ്കൂളാണ് സത്യത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. അതിന് മുന്നേ ആരുടെയായിരുന്നു? ഞാനൊരു 7th സ്റ്റാൻഡേർഡ് 4th to 7th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളാണിത്. കാരണം എൻ്റെ സ്കൂളെന്ന് പറയുന്നത് തന്നെ ഷിഫ്റ്റിംഗ് ആയിരുന്നു. പല സ്കൂളുകളിൽ മാറി മാറി പഠിച്ച ഒരാളാണ്. പക്ഷേ ഈ സ്കൂളിൽ എനിക്ക് ഒരുപാട് മെമ്മറബിളായിട്ടുള്ള കുറേ പേഴ്സൺസിനെയൊക്കെ എൻ്റെ ലൈഫിലോട്ട് കിട്ടിയ ഒരു സ്കൂളാണിത്. ഞാനൊട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിലോട്ട് വന്ന സ്കൂളാണിത്. പിന്നെ കല്ലു സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് മറ്റു കുറച്ച് ചാർട്ട് വർക്കും അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫാൻസി ഡ്രസ്സിലാണ് അവളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഞാൻ അവിടെ നിന്ന് വരുന്ന ഒരു ടൈമൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് നമുക്കൊന്നും അവളെ ഗൈഡ് ചെയ്താക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്നൊരു ഇതായിരുന്നു. പിന്നെ കോസ്റ്റ്യൂംസ് ഒന്നും സെറ്റായിട്ട് അങ്ങനെയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാർട്ടിസിപ്പേഷൻ തന്നെ ചെയ്യണം കല്ലു, വി ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവളെ ഞാൻ ഇറക്കുന്നത്. ബട്ട് ഒരുപാട് മാറ്റമുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ സത്യത്തിൽ. ഈ സമയത്ത് ഈ താഴെയൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ കാണുന്ന 3rd ഫ്ലോറായിരുന്നു എൻ്റെ ക്ലാസ് ഫസ്റ്റ് സമയം വന്നപ്പോഴുള്ള എൻ്റെ ക്ലാസ്. ദെൻ ഇത് പ്ലേ ഗ്രൗണ്ട്. ഒരുപാട് മാറ്റമുണ്ട്, ഭയങ്കരമായിട്ട് മാറി. ഒരുപാട് ഓഡിറ്റോറിയംസൊക്കെ വന്നു, ഭയങ്കര മാറ്റമുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഝാൻസി റാണിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ 3 ഝാൻസി റാണിമാർ വേറെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ കോമഡി. ഝാൻസി റാണിമാർ പൊതുവെ ഒരുപാട് ഉണ്ടാവുമായിരിക്കുമല്ലോ. പക്ഷെ നമ്മളതിൽ വേറെ കുറച്ച് തീം കൊണ്ടുവന്ന് അത് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോസൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല കണ്ടൻ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതൊക്കെ തന്നെയാണ് സ്കൂളെന്ന് പറയുന്നത്. പക്ഷെ നല്ല സ്കൂളാണ്. ബസ് നമ്പർ 1 കല്ലുവാണ്. ബസ് നമ്പർ 1 തന്നെയായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ആ ബസ്. ആൻഡ് ദിസ് ഇസ് മൈ സ്കൂൾ. എൻ്റെ ഏറ്റവും മെമ്മറബിൾ ഡേയ്സുള്ള എൻ്റെ സ്കൂൾ. ആൻഡ് ദെൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പോയി നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്ലിനെ കൊണ്ട് കഴിപ്പിച്ചു. വിശന്നിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി നന്നായിട്ട് ഫുഡ് കഴിച്ചു. ദെൻ നേരെ വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ പോകാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയോ ഗൈസ്, ഞാനൊരു 5 years മുന്നേ വരെ, ഞാൻ ഈ ലോ ഒക്കെ കയറുന്നതിന് മുന്നേ വരെ ഞാൻ ടിപ്പിക്കലായിട്ടൊരു അമ്പലവാസി കുട്ടിയായിരുന്നു. കാരണം വൈകുന്നേരം അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. ആ സമയത്തൊക്കെ അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ പറയേണ്ട പുള്ളിക്കാരത്തി രാവിലെ എണീക്കും. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അങ്ങനെ അമ്പലത്തിൽ പോയി ഗൈസ്. ക്യാമറ പൊക്കി പിടിക്കാൻ ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ നാടല്ലേ, ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ എപ്പോഴും ഒരു 5 കൊല്ലം മുന്നേ വരെ ഞാനൊരു ടിപ്പിക്കൽ അമ്പലവാസി കുട്ടിയായിരുന്നു ഗൈസ്. ടിപ്പിക്കൽ. അയ്യോ, എന്നെ കണ്ടിട്ട് ഉണ്ടാ ആകാശം നല്ല രസമല്ലേ കാണാൻ. അടുത്ത് വെള്ളമൊക്കെ പോണ ചെറിയ തോടുണ്ട്. അടുത്ത് ഞാൻ എങ്ങനെയാ എന്ന് ചോദിച്ചോളൂ. ദിസ് ഈസ് മീ ഗൈസ്. ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്നും ഗൈസ്, കുഞ്ഞുങ്ങളെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് കാർട്ടൂൺ തന്നെ കാണേണ്ടി വരും. ഇപ്പം കാണുന്ന കാർട്ടൂണിന്റെ ഇതെന്താ? ഈ കാർട്ടൂണിന്റെ പേരെന്താ? ബാലവീർ. പിന്നെ ഹൈഡി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കൊച്ചു ടിവിയില്. അത് നല്ലതാണ്. ഹൈഡിക്ക് അച്ഛനും അമ്മയില്ല, അപ്പൂപ്പനാണ് വളർത്തുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം കല്ലൂവ് അപ്പൊ ബൈ അല്ലേ? ഹലോ, ബൈ ബൈ ബൈ. ആ